ഈ സർപ്പം തുള്ളൽ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളതാ പോവാണ് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ തറവാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇന്ന് സർപ്പം തുള്ളലാണ്. തുള്ളൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയണത് സർപ്പം തുള്ളലാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ അവിടെ തറവാട്ടിലെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് അവിടെ പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നേരം കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നീച്ച് വന്നിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ നല്ല സാമ്പാറും ചോറും അവിയൽ ഉപ്പേരി പാലട പായസം എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ കയറി നന്നായി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ കളം വരച്ചതിൻ്റെ തൊട്ടടുത്ത് പോയിരുന്നു. എന്നാലേ നന്നായി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്, ചളവറ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ ഈ ആട്ട് തുള്ളൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണത്. ഇപ്പം അച്ഛൻ്റെ തറവാട്ടിൽ എല്ലാ കൊല്ലം ഉണ്ടാവുന്നതാണ്. അച്ഛൻ്റെ തറവാട് ചെർപ്പളശ്ശേരിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചത് നമുക്ക് പോയിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. കളമൊക്കെ നന്നായി വരച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മനസ്സിലും കണ്ണിലൊക്കെ നന്നായി മിന്നി മറിഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നിയിട്ടോ ആ കളമൊക്കെ കണ്ടപ്പോൾ. എന്തെന്നറിയില്ല, ഭയങ്കരമായിട്ടൊരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ കുറേ നേരം അങ്ങനെ ആ കളത്തിലേക്കൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവിടെ എല്ലാവരും താലം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 റൗണ്ട് താലം പിടിച്ചിട്ട് അങ്ങനെ ഈ തുള്ളലിന് മുന്നേ ഉള്ള കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ 2 കന്യകമാരെ ആ കളത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം പിന്നെ പാട്ടൊക്കെ തുടങ്ങി. അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് കളം വായിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അമ്മൂട്ടി, അക്രു, അപ്പു, അല്ലു അവരൊക്കെ അവിടെ പോയിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ നിന്നൊക്കെ വിട്ട് മാറി പോയിരിക്കണം കേട്ടോ അവർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെയുള്ള ചേച്ചിമാരുടെയും കുട്ടികളുടെ മേലിലൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി അവർ വന്ന് കളമൊക്കെ മായ്ച്ചു. അങ്ങനെ ഫസ്റ്റ് കളം മായ്ച്ചു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ, അപ്പോൾ ഞങ്ങളതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഫസ്റ്റ് കളം കഴിഞ്ഞപ്പോൾ നല്ല ചൂടുള്ള കുരുമുളകൊക്കെ ഇട്ട നല്ലൊരു കാപ്പി കൊണ്ടുവന്നു. നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മു, ഞങ്ങൾ ഫസ്റ്റ് കളം കഴിഞ്ഞിട്ട് പോരാൻ നിൽക്കുമ്പോൾ അമ്മു സമ്മതിച്ചില്ല. അപ്പോൾ രണ്ടാമത്തെ കളം കൂടി ഞങ്ങൾ കാണാൻ നിന്നു കേട്ടോ. അപ്പോഴേക്കും ഇവർക്കൊക്കെ ഉറക്കം വന്നു. അമ്മൂട്ടി മാത്രമാണ് ഇപ്പോൾ ഇത് കാണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഏറെക്കുറെ ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ കളം കൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ പോകുന്നു. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 2 മണിയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോട്ടെ.